മോളെ ജാസ്മിനെ ഒരു ബ്ലോക്കേ ഉള്ളൂ കേട്ടോ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇല്ലായിരുന്നു നിങ്ങൾക്ക് മനസ്സിലായില്ല, അത് ബ്ലോക്ക് ഒന്നും അല്ല, പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായി അറിയിപ്പിക്കാൻ വേണ്ടി പുറത്തറിഞ്ഞു കൊടുക്കാനുള്ള ഒരു നാടകമായിരുന്നു. അതെ അതെ അതെ, കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത നടപടി എന്താണ്? ഒന്നുമില്ല, മൊഴി കൊടുക്കുക, ഈ കേസ് പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്യുക, അതാണ് ആവശ്യം. ഈ ബിഗ് ബോസ് ഇപ്പോ പല കണ്ടസ്റ്റന്റിനോട് ഇത്തരം ഇത് കാണിച്ചു. ബ്രോ ഇത്തരത്തില് മുൻപോട്ട് വരാനുണ്ടായ പ്രചോദനം എന്താണ്? ഇത് ഇനി ആർക്കും ഉണ്ടാവരുത്, അത് തന്നെയാണ്. അങ്ങനെ ഈ ലോകത്ത് ഒരാൾക്കും എന്താണ് എന്നെ ആരും ഒന്നും ചെയ്യില്ല എന്നുള്ള ധാർഷ്ട്യത്തോടു കൂടി ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. ഇത് കേരളമാണ്. നമ്മൾ ചോദിക്കും, തെറ്റ് കണ്ട നമ്മൾ ചോദിക്കും, അത് എത്ര വലിയവനാണെങ്കിലും ചോദിക്കും. ഈ മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങിയ സമയത്ത് അന്ന് ആ കുഴി ചാടിയിട്ട് പോലീസുകാരുടെ ഒരു കേസ് നടന്നപ്പോ അന്നത്തെ പോലീസുകാർ ഈ പറഞ്ഞ പോലെ ഒരു ഇൻസിഡൻസ് ഉണ്ടായെന്ന് പറഞ്ഞിരുന്നു. അന്ന് ഇപ്പോ തമിഴ്നാട് കോടതി ആ തമിഴ്നാട് പോലീസുകാർക്കെതിരെ ഇപ്പൊ നടപടി എടുത്തിട്ടുണ്ട്. അത്തരത്തിൽ ആ ബ്രോനോട് സംസാരിച്ച അല്ലെങ്കിൽ അങ്ങനെ പെരുമാറിയ തമിഴ്നാട് പോലീസുകാരോട് ഇപ്പൊ ഓൾറെഡി അത് മാറി ബ്രോ. കാരണം ഞങ്ങളുടെ അടുത്ത് ഇറങ്ങിപ്പോടാ തരം മുടിയാത് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച ആൾ ഇപ്പൊ എന്നെ സാറെന്ന് വിളിച്ച് സംസാരിക്കും. വ്യത്യാസം ഉണ്ടായി. DGP IPS ഓഫീസേഴ്സ് എന്ന് പറയുന്നത് വെറുതെ ഒന്നും ആക്കില്ലല്ലോ. കൃത്യമായ കാര്യങ്ങൾ മനസ്സിലായി DGP ഇടപെട്ടപ്പോ ഇറങ്ങിപ്പോടാ തരം മുടിയാത്, നീ എന്നെ വേണം പണ്ണ് എന്ന് പറഞ്ഞ ആൾ ഇപ്പൊ സാർ എപ്പോ വരാൻ മുടിയും എന്നാണ് ചോദിക്കുന്നത്. ഞാൻ ഇന്നെ 24 hours അവൈലബിൾ സാർ, അങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. വ്യത്യാസമുണ്ട് ഇപ്പോഴും. ചേട്ടൻ പറഞ്ഞായിരുന്നു അമ്മയ്ക്ക് ഇതേപോലെ ഒരു ആക്സിഡന്റ് ഉണ്ടായി, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം ഭീഷണി കോളുകൾ അല്ലെങ്കിൽ പ്രസ് മീറ്റ് എനിക്ക് ഡയറക്റ്റ് രീതി അപ്പം എന്തെങ്കിലും വന്നിരുന്നു. അതൊരു ഉപദേശ മോഡായിരുന്നു, വിരട്ടല്ലായിരുന്നു. ഒരു ഉപദേശ മോഡ് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചു. അതുപോലെ എന്റെ സുഹൃത്തുക്കളെ വിളിച്ച് പ്രസ് മീറ്റ് കൊടുക്കാൻ സമ്മതിക്കരുതെന്നൊക്കെ പറഞ്ഞവര് ഡയറക്റ്റ് തന്നെ വിളിച്ചു. സിബിലുണ്ടായ ഇതേ ഇൻസിഡന്റ് തന്നെയായിരുന്നു ജാസ്മിന്റെ ഫാദറിന് ബ്ലോക്ക് വന്ന് സംഭവിച്ചത്. പക്ഷെ ബിഗ് ബോസ് എടുത്തൊരു തീരുമാനം, ലാലേട്ടൻ വന്ന് തന്നെ മോളെ ജാസ്മിനെ ഒരു ബ്ലോക്കേ ഉള്ളൂ കേട്ടോ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇല്ലായിരുന്നു നിങ്ങൾക്ക് മനസ്സിലായില്ല, അത് ബ്ലോക്ക് ഒന്നും അല്ല, പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായി അറിയിപ്പിക്കാൻ വേണ്ടി പുറത്തറിഞ്ഞു കൊടുക്കാനുള്ള ഒരു നാടകമായിരുന്നു. അതെ അതെ അതെ. ഫേവർ ചെയ്തിട്ട് ഇത്തവണത്തെ സീസൺ കളിക്കുന്നുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഈ രജിത് ഒരു കാര്യം കൂടി, രജിത് കുമാർ വന്നിരുന്ന ഒരു കാര്യം പറയുന്നു, ജാസ്മിന്റെ ഫാദർ വന്നപ്പോ ജാസ്മിന്റെ ഒരു ബൊക്ക വന്നു കൊടുക്കുന്നു. ഇത് ഇത്തരത്തിലൊന്നും കാര്യങ്ങളൊന്നും ഇതേവരെ ചരിത്രത്തിൽ സംഭവിക്കാത്തൊരു കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല ബ്രോ, നമ്മള് അതായത് നമ്മുടെ കേരളത്തിലെ പ്രേക്ഷകർക്കുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതും ചീത്തയും തിരിച്ചറിയാൻ പറ്റും. അപ്പം എന്താണ് ഈ പറയുന്നത് കാണിക്കുന്ന ഫേവറിറ്റിസം ആണെന്ന് സാധാരണ കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നുണ്ട്, അവർ റിയാക്ട് ചെയ്യുന്നുണ്ട്. ഞാനും ഒരു കണ്ടസ്റ്റന്റ് ഉപരി ഞാനൊരു പ്രേക്ഷകൻ എന്ന രീതി ചിന്തിക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നും. ഇപ്പം ഞാൻ എന്താ പറയാ ബ്രോ, ഞാനിപ്പം എന്ത് പറഞ്ഞാലും ഈ പറയുന്ന പ്രസ്തുത വ്യക്തിക്കെതിരെ ഞാൻ എന്ത് പറഞ്ഞാലും അത് അസൂയാണ്, ജയിക്കാൻ പറ്റാത്തതിന്റെ ഇതാണെന്നൊക്കെ ആൾക്കാർ പറയും. അങ്ങനെയൊന്നും എനിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ അഭിപ്രായം പറയാത്തത്. സീരിയൽ ഓഡിയൻസിന് വേണ്ടിയിട്ട് ഫേവർ ചെയ്തിട്ട് സീരിയൽ ഓഡിയൻസ് മോശമൊന്നും അല്ല, പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ഷോ ആക്കി ഇതിനെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ മറ്റുള്ള കണ്ടസ്റ്റന്റ് ഇപ്പൊ പറഞ്ഞ പോലെ മുന്നേ ആര്യക്ക് ഇതേപോലെ ഇൻസിഡന്റ് ആയിരുന്നു. ബിഗ് ബോസ് ഇറങ്ങിയ ശേഷം ആര്യ പറയുണ്ടായി എന്നെ ഞാനല്ലാത്ത രീതിയിൽ ഇവര് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ആര്യ എന്ന് മാത്രമല്ല ബ്രോ, കിടിലം ഫിറോസ് പറഞ്ഞിട്ടുണ്ട്. അതെ അതെ അതെ, ഇതാരടാ കിടിലം ഫിറോസ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ പോളി ഫിറോസ് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പേര്. എന്തിന് ശ്വേതാ മേനോൻ വരെ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എന്നെ ശ്വേതാ മേനോൻ പേഴ്സണലി ഫോൺ വിളിച്ചാണ് ഈ ചേർന്നിട്ട്, സാബു അണ്ണൻ വിളിച്ചാണ് എന്നെ. സാബു അണ്ണൻ പെട്ടെന്ന് സാബു അണ്ണന്റെ സ്റ്റാൻഡ് മാറ്റി പറഞ്ഞു ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ. അങ്ങനെ ഒരുപാട് പേര് ഇതിൽ പൊതുവേദി പറഞ്ഞു. അന്ന് ടേക്കപ്പ് ചെയ്തിട്ടില്ലായിരുന്നു, അന്ന് ഇങ്ങനെ ഒരു ബോൾഡ് സ്റ്റാൻഡ് ആരും എടുത്തിട്ടില്ല. കോൺട്രാക്ടിന്റെ പേര് പറഞ്ഞ് അവരെ കൂട്ടിയിടുകയായിരുന്നു. ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്തു ബ്രോ. കാര്യം എനിക്കുണ്ടായത് ഒരുപാട് വലിയ നഷ്ടങ്ങളാണ് ലൈഫിൽ. അത് ഇനി ഇവർ അങ്ങോട്ട് തന്നെ ഉപദ്രവിക്കുന്ന എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ അറ്റ്ലീസ്റ്റ് പബ്ലിക്കിനെ അറിയിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഭയം കൊണ്ടെങ്കിലും, നിയമപരമായി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു ഭയം കൊണ്ടെങ്കിലും അവരെന്നെ ഉപദ്രവിക്കാതിരിക്കണം, എന്നെ ഒറ്റപ്പെടുത്താതിരിക്കണം. അതാണ് എന്റെ ആവശ്യം. അപ്പൊ ഈ ചേട്ടാ ഈ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ ഇതിന്റെ ഫൈനൽ ഉണ്ടോന്നാണ്. അപ്പൊ ചേട്ടനും ഇതിനകത്ത് പങ്കെടുക്കേണ്ട ഒരു വ്യക്തിയാണ്. അപ്പൊ പോകുന്നുണ്ടോ ആ ഒരു സംഭവം? എന്നെ ആ രീതിയിൽ ഇതുവരെ അവിടെ നിന്ന് കോണ്ടാക്ട് ചെയ്തിട്ടില്ല ഇതുവരെയും ആരും. ബാക്കി എനിക്ക് ഇപ്പൊ ഗബ്രി അടക്കമുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പൊ എനിക്ക് അങ്ങോട്ട് പോയിട്ടുണ്ടോ ഈ ഇതിന്റെ ഫൈനൽ? പറഞ്ഞില്ല, എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. അതിന്റെ ഭാഗമായി എന്നോടൊരു പ്രശ്നമില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് അവരെന്നെ വിളിച്ചില്ല? എന്റെ ചോദ്യം ഇതാണ്, എന്നോട് ഒരു പ്രശ്നമില്ലെങ്കിൽ അവർക്ക് എന്നെ വിളിച്ചൂടെ? ഫിസിക്കൽ അസോൾട്ടിന്റെ പേരിൽ മറ്റൊരു കണ്ടസ്റ്റന്റിനെ വിളിച്ചില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഫിസിക്കൽ അസോൾട്ടിന്റെ പേരിലല്ലേ സീസൺ 4 റോബിൻ രാധാകൃഷ്ണനെ പുറത്താക്കിയത്? അയാളെ വിളിച്ചല്ലോ ഫിനാലിക്ക്. ഓരോ നീതിയാണ് ബ്രോ.